ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ ബിഷറുൽ ഹാഫി, ചീഫ് ഫിസിഷ്യൻ സറ ഹെൽത്ത്. വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലും മറ്റും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത്. ബാക്ടീരിയകൾക്കെതിരെയും ഫംഗസുകൾക്കെതിരെയും പ്രവർത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതിനാൽ ഈ വെളിച്ചെണ്ണ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ തന്നെ ഗുണങ്ങളിൽ വെളിച്ചെണ്ണയേക്കാൾ ഒരു പടി മുന്നിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന പേരിലേക്ക് വിളിക്കുന്നത്. ഉരുക്ക് വെളിച്ചെണ്ണ രണ്ട് വിധത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് കാച്ചിയെടുത്ത ശേഷം അതിൽ നിന്നും വെളിച്ചെണ്ണ വറ്റിച്ചെടുക്കുന്നത്. ഇത് വളരെയധികം സുഗന്ധമുള്ളതും നേർമയായിട്ടുള്ളതായിരിക്കും. രണ്ടാമതായിട്ട് ഡയറക്റ്റ് ഹീറ്റ് തട്ടാതെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. ഇത് രണ്ട് വിധത്തിലാണ്. അതിലൊന്നാമത്തത് കോൾഡ് പ്രസ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ. നല്ല ഫ്രഷ് ആയ കോക്കനട്ട് മെഷീൻസ് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൽ നിന്നും വെളിച്ചെണ്ണ വേർതിരിച്ചെടുക്കുന്നത്. രണ്ടാമതായിട്ട് സെൻട്രിഫ്യൂഗ് എക്സ്ട്രാക്റ്റഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ. മെഷീൻസ് ഉപയോഗിച്ച് തേങ്ങാപ്പാൽ നന്നായിട്ട് സെൻട്രിഫ്യൂഗ് ചെയ്ത് അതിൽ നിന്നും വെളിച്ചെണ്ണ വേർതിരിച്ചെടുക്കുന്നത്. ഇതാണ് വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നതും നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം ലഭ്യമായിട്ടുള്ളതും. ഹീറ്റ് ചെയ്യുന്ന വെളിച്ചെണ്ണയേക്കാൾ ഗുണപ്രദമാണ് ചൂട് തട്ടാതെ ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ. ചൂട് തട്ട് കാച്ചിയെടുക്കുന്ന സമയത്ത് ആ വെളിച്ചെണ്ണയിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും തലയിലൊക്കെ പുരട്ടാൻ നല്ലത്. കഴിക്കാൻ ഏറ്റവും നല്ലത് ചൂട് തട്ടാത്ത വെർജിൻ കോക്കനട്ട് ഓയിലാണ്. പലർക്കും വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയെ പോലെ ഉപയോഗിക്കാൻ പറ്റുമോ, കൊളസ്ട്രോൾ ഉണ്ടാക്കുമോ എന്നുപോലുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് എന്ന സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ഗുണപ്രദമാണ്. ഇടവിട്ടുള്ള ജലദോഷം, ഇൻഫെക്ഷൻ, അലർജി എന്നിവയുള്ളവർക്ക് ഈ ലോറിക് ആസിഡ് അത് കുറക്കാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ 1-2 ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകളിൽ ആർത്തവവിരാമം അഥവാ മെനോപോസ് സംഭവിച്ചവരിൽ ദിവസം 1-2 ടീസ്പൂൺ വെന്ത വെളിച്ചെണ്ണ കഴിക്കുന്നത് അവരിൽ ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ്. വെർജിൻ കോക്കനട്ട് ഓയിലുള്ള ഘടകങ്ങൾ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം കൂട്ടുകയും മെറ്റബോളിസം റെഡിയാക്കുന്നതുകൊണ്ടും തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളും ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ് ഉള്ളവർക്കും വളരെയധികം നല്ലതാണ്. സ്ഥിരമായിട്ട് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ രാത്രി 1 ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അവരുടെ ധനസംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസ്, ബ്ലോട്ടിംഗ് ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. പലരും വയറ് ക്ലീനാക്കുന്നതിന് വേണ്ടി ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവരായിരിക്കും. ആവണക്കെണ്ണയുടെ ചവർപ്പും സ്മെല്ലും പലർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത്തരക്കാർക്കൊക്കെ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലൊരു അരോമാറ്റിക് സ്മെല്ലുള്ളത് കൊണ്ടും വളരെ നേർന്നതായതുകൊണ്ടും ഉപയോഗിക്കുന്നത് ഉപകാരപ്രദമാണ്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഓപ്ഷനാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ അടങ്ങിയിട്ടുള്ളത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആയതിനാൽ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന സമയത്ത് അതിലുള്ള കൊഴുപ്പ് ശരീരം ഡയറക്റ്റ് ആയിട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കുകയും മറ്റു കൊഴുപ്പുകളെ പോലെ രക്തത്തിൽ ഒഴുകി നടക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള ഫാറ്റ് പെട്ടെന്ന് ഉരുകുന്നതിനും മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനും വളരെയധികം ഗുണപ്രദമാണ്. വെയിറ്റ് ലോസിന് ഉദ്ദേശിക്കുന്നവർക്ക് സാലഡുകളിലും കുക്കിംഗ് ചെയ്തിട്ടുള്ള പച്ചക്കറികളിലും ഇത് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും കൂടുതലുള്ളതിനാൽ PCOD ഉള്ളവർക്ക് അവരുടെ ഹോർമോൺ ബാലൻസിങ് ചെയ്യാനും ഇതിൽ പോളിഫിനോൾസും ഫൈറ്റോസ്റ്റെറോൾസും കൂടുതലുള്ളതിനാൽ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും വളരെയധികം ഉപകാരപ്രദമാണ്. കുഞ്ഞുങ്ങളിൽ 3-4 മാസം കഴിയുമ്പോഴുണ്ടാകുന്ന വരണ്ട ചർമ്മത്തിന്റെ പ്രശ്നത്തിനും മുതിർന്നവരിൽ അട്ടോപിക് ഡെർമൈറ്റിസ് പോലുള്ള സ്കിൻ പ്രോബ്ലത്തിനും ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പല്ല് തേക്കുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന മോണരോഗങ്ങൾക്ക് ഇത് ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ആയുർവേദ ശാസ്ത്രത്തിൽ പണ്ട് മുതൽക്കേ ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് ഓയിൽ പുള്ളിംഗ്. ഒരു 5 മിനിറ്റ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ വായിൽ കവിൾ കൊണ്ട ശേഷം തുപ്പിക്കളയുകയാണെങ്കിൽ മോണരോഗങ്ങളും അതുപോലെ തന്നെ മറ്റു ദന്തപ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ നല്ലതായിരിക്കും. വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത്രയധികം ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നതിനാൽ ആഴ്ചയിൽ 3-4 ദിവസം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ മറ്റു വെളിച്ചെണ്ണകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരുപാട് കലോറി അടങ്ങിയിട്ടുള്ള ഒന്നാണ്. സാധാരണ വെളിച്ചെണ്ണയേക്കാൾ കട്ടി കുറഞ്ഞതും നല്ലൊരു അരോമാറ്റിക് സ്മെല്ലുള്ളത് കൊണ്ടും നമുക്ക് സാലഡുകളിലും പാചകം ചെയ്ത പച്ചക്കറികളിലും മുകളിൽ ഡ്രസ്സിങ്ങിനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദവും രുചികരവും. സാലഡുകളിലൊക്കെ സാധാരണയായിട്ട് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലായിരിക്കാം. ഈ ഒലീവ് ഓയിലിന് വളരെയധികം വില കൂടിയതിനാൽ അത്രത്തോളം ഗുണം കിട്ടുന്ന അതിന് പകരമായിട്ട് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന തേങ്ങയിൽ നിന്ന് തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെയധികം ലാഭകരമായിരിക്കും. ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്